ഇത് മതിയാവൂലേ? ചെയ്തിട്ടുണ്ട്. മനു ഇതാ പെണ്ണല്ലേ അക്ഷയ സെന്ററിലെ വായി തോന്നി വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ. മനു വന്നേ ഇക്കണ്ട് വർത്താനം പറയാം. നീ ഇത് എവിടെ പോണു? പബ്ലിക് പ്ലേസ് അല്ലേ? പബ്ലിക് പ്ലേസോ? ഇതുപോലെ പബ്ലിക് പ്ലേസിലാ അവള് വായിക്കുമ്പോൾ ഞാൻ കേട്ടത്. മനു വരെ പറ്റെങ്കിൽ വായോ. ഇവളുണ്ടല്ലോ ഓണ്ട കൊളത്തിയാ. എത്ര കാലം എന്നറിയോ ഇത് എന്റെ വളയാ ഞാൻ പറഞ്ഞു നടക്കുന്നത്. ഓളാണെങ്കിൽ എന്റെ എന്ന് പറഞ്ഞു നടക്കുക. ഉണക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ വള കയ്യിലിട്ടോണ്ട് നടന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് നുണ പറയുന്നു. എന്നാ വിളിക്കടി, പോലീസിനെ വിളിക്കേ. ഞാൻ കാണട്ടെ. വിളിക്കേ, പോലീസിന്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം. എന്താണ് പ്രശ്നം? എന്താണ്? നീ ആരാ? നിങ്ങളിപ്പോ പറഞ്ഞില്ലേ പോലീസിനെ വിളിക്കാൻ? പോലീസ് എന്തിനാ ആളൊക്കെ ഇവിടെ? എന്തുണ്ട്? പോയെ വിട്ടോ എല്ലാരും പോയെ. വിട്ടോ വാ. പബ്ലിക് പ്ലേസിൽ നിന്നാണോ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കണേ? വിഷു നീ എന്താ വിളിച്ചേ? ബാനു എവിടെയാ? വിഷു നീ കിടന്നോ? ഞാൻ വരുന്നുണ്ടാവില്ല. ബാനു ഫുഡ് കഴിച്ചോ? കഴിക്കണം. പിന്നെ വളയുടെ കാര്യം എന്തായി? അത് നോക്കുന്നുണ്ട്, കിട്ടും. ഇതിപ്പോ എത്ര ദിവസമായി ബാനു? ഞാനിവിടെ എസ്പിയുടെ ഓഫീസിലാ. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ചേട്ടാ, ഇവിടെ ഈ സൂഫിക്ക എന്ന് പറഞ്ഞ ആളെ വീട്. സൂഫിക്ക? ഞാൻ ഒരു മിനിറ്റ് കാണാം. നാണേട്ടാ, ഇതൊന്ന് പറഞ്ഞു തുടങ്ങി. എന്തേനു ഇവിടെ ഈ സൂഫിക്ക എന്ന് പറഞ്ഞ ആളെ വീട്? കാണട്ടെ. ഇത് നമ്മളെ സൂപ്പിക്കല്ലേ, ബിരിയാണി. മൂപ്പർ എപ്പം നാട്ടിൽ വന്നാലും എന്നെ കാണാൻ വരും. ആ പ്രശ്നം നടന്നില്ലേ, അതിന്റെ 2 ദിവസം മുമ്പ് എന്നെ കാണാൻ വന്ന്. അന്നേരോ മൂപ്പറോട് ആ ഡ്രൈവർ ചെക്കനുണ്ടേനു. ഇവനിപ്പോഴും ഉണ്ടാ? ഉണ്ട്. അല്ല, ഞാൻ വെയിറ്റ് ചെയ്യണോ? നീ വിട്ടോ, ഞാൻ നാണുന്നേരം കൂടെ വരാം. ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്. സ്ഥലം കൊടുക്കുന്നുണ്ടാ? അതിനുശേഷം സൂപ്പിക്കാൻ ആരും കണ്ടുക്കില്ല. ആ കലാപ സമയത്ത് പോലീസുകാർ കുറേ പാവങ്ങളെ പിടിച്ചുകൊണ്ടേക്കല്ലോ, അതിൽ മൂപ്പറും ഉണ്ടേനു. കുറേ കാലം ജയിലിൽ കിടന്നെന്നാ കേട്ടെ. പിന്നെ ആ പ്രശ്നങ്ങൾക്ക് ശേഷമല്ല അവൻ ഭയങ്കര നിലയില്ല. കാറ്, വലിയ ഷോറൂം എല്ലാം ആയിട്ട് എന്തെന്നാ അവനിക്ക് പറ്റിയത് ഇതുവരെ തിരിഞ്ഞിക്കില്ല. പഠിച്ചവൻ അറിയാം. എന്താ അവന്റെ പേരെന്ന് പറഞ്ഞ? സുബീഷ്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? നീ അവളും തമ്മിൽ എന്തെങ്കിലും? പിന്നെ ഭാര്യയും ഭർത്താക്കന്മാരാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ചേട്ടനും ഏച്ചമ്മ പ്രശ്നമല്ലേ? ഞങ്ങൾക്കിടെ പല പ്രശ്നങ്ങളുണ്ടാവും. അല്ല, അപ്പൊ ചേട്ടനോട് പറയാൻ പറ്റുമോ? അല്ലടാ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞല്ല. നീ വെറുതെ അതൊരു ചേട്ടൻ വിട്ടെ, അല്ലെങ്കിൽ 100 വട്ടം കാര്യങ്ങളുണ്ട്. ഡോറടിച്ച് തമ്പുരാട്ടിനകത്ത് അങ്ങനെ ഇരുന്നു. ബാനു എന്താ പറഞ്ഞേ? ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് പോവാണോ? എന്തെങ്കിലും പറയണ്ടെങ്കിൽ മുഖത്തേക്ക് പറ. ഇതിപ്പോ എത്ര ദിവസമായി ഇങ്ങനെ? അതെങ്ങനെയാ? പറഞ്ഞ വാക്കിന് വില വേണം. ഒന്നും അറിയാണ്ട് ഇറങ്ങി വന്ന് എന്നെ വേണം പറയാൻ. ഒന്നും പറയാനില്ലേ? എത്ര കാലം ഇങ്ങനെ പറഞ്ഞു പഠിച്ചതിന്റെ മുമ്പിലോ നിൽക്കും? ഞാൻ എന്തിനാ വിളിച്ചത് പോലും പറഞ്ഞു ചോദിച്ചില്ലല്ലോ. ഒരു കുഞ്ഞു വള അത് പോട്ടെ, ഒരു ഫോട്ടോയിലും എടുത്തോ? തന്നെ ഈ പണിയും കളഞ്ഞ് വേറെ പണിക്ക് പോ.